സ്റ്റേജിലേക്ക് ഒരു കാരണവശാലും എഴുത്തിലൂടെ ചോദ്യങ്ങൾ നൽകാൻ പാടില്ല. നേരിട്ട് ചോദ്യം ഉന്നയിക്കുകയാണ് വേണ്ടത്. ഏതെങ്കിലും കാരണത്താൽ അതിന് കഴിയാത്തവരുണ്ടെങ്കിൽ അവര് എഴുതി ചോദ്യം വായിക്കുകയോ അല്ലെങ്കിൽ അടുത്തുള്ള ആളെ കൊണ്ട് അവരുടെ സംശയം ചോദിപ്പിക്കുകയോ ചെയ്യേണ്ടതാണ്. രണ്ടാമതായി, ധാരാളം മുതഅല്ലിമീങ്ങൾ ഈ സദസ്സിലുണ്ട്. മുഖാമുഖം പ്രധാനമായും സാധാരണക്കാരായ സഹോദരങ്ങളെ ഉദ്ദേശിച്ച് നടത്തപ്പെടുന്നതായതുകൊണ്ട് മുതഅല്ലിമീങ്ങൾക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള അവസരം മുഖാമുഖത്തിൽ ഇല്ല. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങളുടെ ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട് തീർക്കണമെന്ന് സാന്ദർഭികമായി അറിയിക്കുന്നു. മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ ബിദ്അഈ കക്ഷികളിൽ പെട്ട എല്ലാ വിഭാഗം ആളുകൾക്കും ചോദ്യങ്ങൾ ഉന്നയിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സുന്നത്ത് ജമാഅത്തിന്റെയും ഇതര കക്ഷികളുടെയും ഇടയിൽ തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചാണ് ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടത്. മുജാഹിദുകൾക്കിടയിൽ ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട ഗ്രൂപ്പിസത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയിലുള്ള ഗ്രൂപ്പ് തർക്കങ്ങളെക്കുറിച്ചോ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കിടയിലുള്ള സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളെ സംബന്ധിച്ചോ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കാവതല്ല. അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയപ്പെടുന്നതും അല്ല. ഇത്രയും കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിച്ച് ചോദ്യമുന്നയിക്കാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾക്ക് പ്രവർത്തകന്മാര് മൈക്ക് എത്തിച്ചു തരും. ചോദ്യം ഉന്നയിക്കുക. മറുപടി പൂർണ്ണമായും അവസാനിച്ചതിന് ശേഷം വീണ്ടും രണ്ടാമത് ചോദ്യം ഉന്നയിക്കാവുന്നതാണ്. ഒരു ചോദ്യം, അതിന് വേണമെങ്കിൽ ഒരു ഉപചോദ്യം എന്ന ഒരു നിബന്ധനയൊന്നും ഈ മുഖാമുഖത്തിൽ ഇല്ല. ആർക്കും ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ഉന്നയിക്കാം. സംശയങ്ങൾ തീരുന്നത് വരെ ചോദ്യങ്ങൾ ഉന്നയിക്കാവുന്നതാണ്. പക്ഷേ ആയിരക്കണക്കായ ഈ ജനാവലി എല്ലാവരും ചോദിക്കാൻ വേണ്ടി വന്നവരാണ് എന്ന ഓർമ്മ ചോദിക്കുന്നവർക്കുണ്ടായിരിക്കണം. പരസ്പരം സഹകരിച്ചും സ്വയം നിയന്ത്രിച്ചും എല്ലാവർക്കും സൗകര്യം ചെയ്തു കൊടുത്ത് പരിപാടി ഭംഗിയാക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊന്ന്, ഇത് തികച്ചും സൗഹാർദ്ദപരമായ ഒരു പരിപാടിയാണ്. ചോദ്യം ഉന്നയിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ചോദ്യം ഏത് രൂപത്തിലാണോ ആ രൂപത്തിലായിരിക്കും മറുപടിയും. പഠിക്കണം, മനസ്സിലാക്കണം എന്ന നല്ല മനസ്സോടെ ചോദിക്കുന്നവർക്ക് ആ രൂപത്തിലും, സ്റ്റേജിലിരിക്കുന്ന ആളുകളെ തോൽപ്പിച്ചു കളയാം എന്ന വിചാരത്തോടെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങൾക്ക് ആ രൂപത്തിലുമാണ് മറുപടി പറയപ്പെടുക. ഈ കാര്യം ചോദ്യകർത്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സദസ്സിലുള്ള ആളുകൾ ചോദ്യം ഉന്നയിക്കുമ്പോൾ ഉന്നയിക്കുന്ന ചോദ്യകർത്താവ് മുജാഹിദാണോ ജമാഅത്താണോ സുന്നിയാണോ എന്നൊന്നും സ്റ്റേജിലിരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് ചോദ്യത്തിന്റെ ശൈലിയും അതിന്റെ രൂപവും നോക്കിയാണ് മറുപടിയുടെ ശൈലിയും രൂപവും ഉണ്ടാവുക. ഈ കാര്യം എല്ലാ ചോദ്യകർത്താക്കളും ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി നമ്മുടെ ഈ പരിപാടി നമുക്ക് ഉപകാരപ്പെടുന്ന, നമ്മുടെ തെറ്റിദ്ധാരണകൾ അകറ്റാൻ പര്യാപ്തമായ ഒരു നല്ല പരിപാടിയായി നടത്തുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് പ്രവർത്തകന്മാർ മൈക്കുമായി ചോദ്യകർത്താക്കളെ കാത്തിരിക്കുന്നു. ഈ ബാരിക്കേഡിന്റെ ഇടയിലുള്ള സ്ഥലത്ത് അങ്ങേ അറ്റം വരെ പരമാവധി മൈക്ക് എത്തിച്ചു തരാൻ കഴിയും. സദസ്സിലൊട്ടാകെ മൈക്ക് കൊണ്ട് നടക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. അതുകൊണ്ട് ചോദ്യകർത്താക്കൾ പരമാവധി അടുത്തേക്ക് വന്ന് സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. ചോദ്യമുന്നയിക്കാനുള്ള സമയമാണ് ഉപയോഗപ്പെടുത്തുക. മക്ക മുശ്രിക്കുകളുടെ
ഒരു തൽബിയത്തായിട്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ലബൈക് അല്ലാഹുമ്മ ലബൈക് ലബൈക ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്. ഈ ഒരു തൽബിയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സമദിയത്ത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് മക്കാ മുശ്രിക്കുകൾ അല്ലാഹു അല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ അർത്ഥത്തിൽ ഈ ഒരു തൽബിയത്തിൽ ശിർക്ക് സംഭവിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ സമദിയത്തിനെ അംഗീകരിക്കാതിരിക്കുന്നുണ്ടോ? മുശ്രിക്കുകൾ അവരുടെ തവാഫ് വേളയിൽ ചൊല്ലിപ്പറഞ്ഞിരുന്ന ഒരു വാചകം ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. വിഷയാവതരണത്തിൽ സൂചിപ്പിച്ച ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ചോദ്യം. സ്വമതീയത്തിൽ അധിഷ്ഠിതമായ സഹായാർത്ഥന, ഇതാണ് ഇബാദത്താവുക. ഇബാദത്താകുമ്പോൾ മാത്രമേ അത് അല്ലാഹുവല്ലാത്തവർക്ക് ശിർക്ക് എന്ന് പറയാൻ നിവൃത്തിയുള്ളൂ എന്ന് വിശദീകരിച്ചുകൊണ്ട് തൗഹീദിന്റെ ഭാഗമായി വിഷയാവതരണത്തിൽ പറഞ്ഞിരുന്നു. ഇതേക്കുറിച്ച് ചോദ്യം. മക്കയിലെ മുശ്രിക്കുകൾ സമദീയത്തിൽ അധിഷ്ഠിതമല്ലാത്ത രൂപത്തിൽ ആയിരുന്നല്ലോ അള്ളാഹുവിനെ പങ്കുകാരെ നിശ്ചയിച്ചിരുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിനെ വിശ്വസിച്ചിരുന്നത്, തൽബിയത്ത് ചൊല്ലിയിരുന്നത്. അല്ല എന്നാണ് മറുപടി. കാരണം ആ തൽബിയത്തിൽ തന്നെ ആ ചോദ്യത്തിന്റെ മറുപടിയും ഉണ്ട്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകുന്നു. ലാ ശരീക ലക, നിനക്ക് പങ്കാളികളില്ല എന്ന നിഷേധത്തിന്റെ ഉടനെ, പങ്കാളികളില്ല എന്ന നിഷേധത്തിന്റെ ഉടനെ മക്കയിലെ മുശ്രിക്കുകൾ പറയുന്നത് ഇല്ലാ ശരീകൻ, ഒരു പങ്കാളി ഒഴികെ. അപ്പോൾ നിനക്ക് പങ്കാളിയുണ്ട് എന്ന് തന്നെയാണ് ഈ തൽബിയത്തിലൂടെ മക്കയിലെ മുശ്രിക്കുകൾ സ്ഥിരപ്പെടുത്തുന്നത്. ശരീക്ക് എന്ന് പറഞ്ഞാൽ, പങ്കാളി എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ പങ്കാളിയാകുമ്പോൾ അള്ളാഹുവിന്റെ ചില വിശേഷണങ്ങൾ തനതായ അർത്ഥത്തിൽ ഈ പങ്കാളിക്കുണ്ടാകുമ്പോൾ മാത്രമേ പങ്കാളി അള്ളാഹുവിന്റെ പങ്കാളി എന്ന് ഇതേക്കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ. എന്റെ പങ്കാളി എന്ന് ഒരാളെ സംബന്ധിച്ച് പറയണമെങ്കിൽ ഏതെങ്കിലും വിശേഷണങ്ങളിൽ, ഏതെങ്കിലും ഗുണങ്ങളിൽ അദ്ദേഹം ഞാനുമായി പങ്കുചേർന്നിരിക്കണം, കൂറായിരിക്കണം. എന്നതുപോലെ അള്ളാഹുവിന് ഒരു പങ്കാളിയുണ്ട് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറയണമെങ്കിൽ ഈ ശരീക്കിൽ അള്ളാഹുവിനുള്ള ചില പ്രത്യേകതകൾ അവരാരോപിച്ചിരുന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറുൽ കബീറിൽ നൽകിയ ഒരു വിശദീകരണത്തിൽ നിന്ന് ഇത് കൂടുതൽ വ്യക്തമാണ്. ഈ തൽബിയത്ത് ചൊല്ലിയിരുന്ന മക്കയിലെ മുശ്രിക്കുകൾ, അവരുൾപ്പെടെയുള്ള മക്കയിലെ മുശ്രിക്കുകൾ, അവരാരാധിച്ചിരുന്ന ഈ ബിംബങ്ങളെ സംബന്ധിച്ച്, പ്രതിമകളെ സംബന്ധിച്ച്, ആരാധ്യ വസ്തുക്കളെ സംബന്ധിച്ച് അവരുടെ വിശ്വാസം ബഹുമാനപ്പെട്ട ഇമാം റാസി വിശദീകരിക്കുന്നു, രേഖപ്പെടുത്തുന്നു. അന്നഹാ തളുറു വ തൻഫഉ വ തശ്ഫഉ ബിഗൈരി ഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ അനുവാദം ഇല്ലാതെ, അല്ലാഹുവിന്റെ ഒത്താശയില്ലാതെ സ്വന്തമായി ഉപകാരം ചെയ്യാനും സ്വന്തമായി ഉപദ്രവം ചെയ്യാനും സ്വന്തമായി തന്നെ ശഫാഅത്ത് ചെയ്യുവാനും കെൽപ്പുള്ളവരാണ്, കഴിവുള്ളവരാണ് ഈ ശരീക്കുകൾ, അല്ലെങ്കിൽ ഈ ബിംബങ്ങൾ, ഈ ആരാധ്യ വസ്തുക്കൾ എന്നായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നത്. അപ്പോൾ സ്വന്തമായി കഴിവുള്ള, സ്വന്തമായി ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കെൽപ്പുള്ള ശരീക്ക് നിനക്കുണ്ട് എന്ന് തന്നെയാണ് ഈ തൽബിയത്തിലൂടെ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.